നമസ്കാരം. ഇന്ന് പഠിക്കാനുള്ള SCRT പാഠഭാഗം 5th സ്റ്റാൻഡേർഡ് സയൻസ്, ബേസിക് സയൻസ്, ചാപ്റ്റർ 4 വിത്തിനുള്ളിലെ ജീവൻ. ചെറിയൊരു ചാപ്റ്റർ ആണ്. ഈ 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റേഴ്സ് ഒക്കെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ്, കുഞ്ഞു പിള്ളേരല്ലേ, അവർക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ നമുക്ക് PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഭാഗങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഈസി ആയിട്ട് തന്നെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് പുറത്തിറക്കിയ ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര എന്ന ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തിട്ട് 5th സ്റ്റാൻഡേർഡിലെ 4ാമത്തെ ചാപ്റ്റർ വിത്തിനുള്ളിലെ ജീവൻ, ഇതിലെ ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സെറ്റ് ആവും. അപ്പം സയൻസ് ഇങ്ങനെ SCRT മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. SCRT സയൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ചാപ്റ്റർ വീതം തരുന്നത്. പിന്നെ നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇല്ലേ, അത് പുറകെ വരുന്നുണ്ട്. അത് വിഷമിക്കേണ്ട, എല്ലാം പുറകെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ, സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക. എന്നാലല്ലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടത്തുള്ളൂ. പിന്നെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിലേ ആ ഇഷ്ടം എന്നോടൊന്ന് അറിയിക്കാൻ ആ കുഞ്ഞൊരു ലൈക്ക് ബട്ടൺ അവിടെ കൊടുത്തിട്ടില്ലേ, ലൈക്കും കൂടെ ചെയ്തേക്കാം. പിന്നെ ടെലഗ്രാം ചാനലിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. 10th മെയിൻസിന്റെ 100 days ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തേക്കാം. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. 5ാം ക്ലാസ് സയൻസ് ചാപ്റ്റർ 4 വിത്തിനുള്ളിലെ ജീവൻ. ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. ഇതിലെ ഒരു കുട്ടി തൈ നടുന്നതാ കാണിച്ചേക്കുന്നത്. ഒരു വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാ? ഒരു വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ: 1 വായു. ഈ വിത്ത് പറയുന്ന കാര്യങ്ങളായിട്ട് ഈ ഞാൻ പറയുന്ന ഘടകങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് വായു ആണ്. രണ്ടാമത്തേത് ജലമാണ്. ആദ്യത്തേത് വായു, രണ്ടാമത്തേത് ജലം, മൂന്നാമത്തേത് അനുകൂല താപനില. അതാണ് ആവശ്യത്തിന് ചൂടും തണുപ്പും. അനുകൂല താപനില. പിന്നെ ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു വിത്തായിട്ട് നിൽക്കുമ്പോൾ വിത്ത് പറയുന്ന കാര്യം കണ്ടോ? വായു കിട്ടാൻ പാകത്തിലാണ് ഞാൻ കിടന്നിരുന്നത്. എന്റെ കൂട്ടുകാരിൽ പലർക്കും ഇതുവരെ മുളയ്ക്കാനായിട്ടില്ല. അത് വിത്തായിട്ടിരുന്നപ്പോഴാണ്. അപ്പോൾ വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായ ഘടകം വായു ഉണ്ട്. പിന്നെ ആവശ്യത്തിന് ചൂടും തണുപ്പും എനിക്ക് ലഭിച്ചിരുന്നു. വിത്ത് ഇങ്ങനെ മുളച്ചുണ്ടോ, വേര് വന്നു. അപ്പോൾ ആവശ്യത്തിന് ചൂടും തണുപ്പും ലഭിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അനുകൂല താപനില കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുളച്ച് പൊന്തിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് സൂര്യവെളിച്ചമാണ്. അപ്പൊ ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് ആവശ്യമായ ഘടകം സൂര്യപ്രകാശം. പിന്നെ മണ്ണിൽ വീണത് അനുഗ്രഹമായി. മണ്ണ് വേണം. ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ സൂര്യപ്രകാശവും മണ്ണും. അതിവിടെ എക്സ്പെരിമെന്റ് വഴി ഇതിനെ കണ്ടുപിടിച്ചിട്ട് കൺക്ലൂഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വിത്ത് മുളയ്ക്കുന്നതിന് വായു, ജലം, അനുകൂല താപനില എന്നിവ ആവശ്യമാണ്. മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് സൂര്യപ്രകാശം, മണ്ണ് എന്നിവ വേണം. അടുത്തത് ജെർമിനേഷൻ ഓഫ് സീഡ്സ്, അതായത് ബീജാങ്കുരണം എന്ന് പറയും. ഇതൊക്കെ എക്സ്പെരിമെന്റ്സ് ആണ്. നമുക്ക് ഓരോ കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി 5ാം ക്ലാസ് അല്ലേ, കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എക്സ്പെരിമെന്റ് പോലെയൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ബീജാങ്കുരണം അല്ലെങ്കിൽ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. എന്താണ് ബീജാങ്കുരണം എന്ന് പറയുന്നത്? വിത്ത് മുളയ്ക്കുന്നതിനെയാണ് ബീജാങ്കുരണം എന്ന് പറയുന്നത്. വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം, എംബ്രിയോ, തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്തുമുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം എന്ന് പറയുന്നത്. വിത്തിലെ സൂക്ഷ്മദ്വാരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് വിത്ത് മുളയ്ക്കുന്നത്. ഇനി ഒരു വിത്ത് മുളച്ചാൽ ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് ബീജമൂലം, റാഡിക്കിൾ. ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാ? ബീജമൂലമാണ്, റാഡിക്കിൾ ആണ്. ഈ ബീജമൂലം എന്താ ചെയ്യുന്നത്? ബീജമൂലമേ മണ്ണിലേക്ക് വളർന്ന് വേരായിട്ട് മാറും. ബീജമൂലമാണ് വേരായിട്ട് മാറുന്നത്. ഇനി ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ശീർഷം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തല എന്നൊക്കെയുള്ള മീനിങ്ങിലാണ് പറയുന്നത്. അപ്പൊ ഭ്രൂണത്തിൽ നിന്ന് മുകളിലല്ലേ തല ഇരിക്കുന്നത്. അപ്പൊ മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം അല്ലെങ്കിൽ പ്ലുമ്യൂൾ. മുകളിലേക്ക് വളരുന്ന ഭാഗം എന്തായിട്ട് മാറും? സ്റ്റെം ആയിട്ട് മാറും.
ബീജശീർഷം വളർന്ന കാണ്ഡം, കാണ്ഡം എന്ന് വെച്ചാൽ സ്റ്റെം ആണ്, ബീജശീർഷം വളർന്ന കാണ്ഡമായിട്ട് മാറും. പിന്നെ ആഹാരം നിർമ്മിക്കണ്ടേ ഗ്രീൻ പ്ലാന്റ്സിന്, സ്വന്തമായിട്ടല്ലേ അവർ ആഹാരം നിർമ്മിക്കുന്നത്. അപ്പൊ ആഹാരം നിർമ്മിക്കുന്ന സ്ഥലം ഏതാണ്? ഇലയാണ്. അപ്പൊ ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ബീജപത്രം എന്നാൽ കോട്ടിലിഡൻ ആണ്. ഈ ഫിഗർ കണ്ടോ, വിത്ത് ഇങ്ങനെ മുളച്ചു വരുന്നു. അതിൽ നിന്ന് പുറത്തു വരുന്ന ഭാഗമാണ്, ആദ്യം പുറത്തു വരുന്നതാണ് ഈ ബീജമൂലം. ഈ ബീജമൂലമാണ് താഴോട്ട് വളർന്ന് എന്തായിട്ട് പോകുന്നത്? വേരായിട്ട് പോകുന്നത്. പിന്നെ ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് എന്തായിട്ട് പോകുന്നത്? അതായത് ഈ ഭാഗമില്ലേ, ഇതാണ് മുകളിലേക്ക് വളർന്നിട്ട് സ്റ്റെം ആയിട്ട് പോകുന്നത്. പിന്നെ ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരം, അതായത് ഈ ഭാഗമില്ലേ, ഈ വൈറ്റ് കളർ ഭാഗം, അപ്പൊ ഇതിനകത്തെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഇതിന്റെ പേരാണ് ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിഡൻ എന്ന് പറയും. ബീജശീർഷം മുകളിലേക്ക് വളരുന്ന എന്തായിട്ട് മാറി? കാണ്ഡം, സ്റ്റെം ആയിട്ട് മാറി. പിന്നെ ഇല വന്നു കഴിഞ്ഞാൽ ഇല നിർമ്മിക്കുന്ന ആഹാരമായിരിക്കും സസ്യം ഉപയോഗിക്കുന്നത്. അതുവരെ ബീജപത്രത്തിലെ ആഹാരമായിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് കായിക പ്രജനനമാണ്. കായിക പ്രജനനം എന്നാൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്നതിനെയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സസ്യങ്ങളുടെ കായിക ഭാഗം എന്ന് വെച്ചാൽ എന്തുവാണ്? വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീഫ് ഇവയിൽ നിന്നും ന്യൂ പ്ലാന്റ്സ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. ഇനി ഒരു സസ്യത്തിന്റെ വിത്തുകൾ വളരുന്നതിന് ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കുന്നതിനായി വിത്തുകളെ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യപ്പെടുന്ന രീതിക്ക് പറയുന്ന പേരാണ് വിത്ത് വിതരണം അല്ലെങ്കിൽ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ്. അതായത് എല്ലാ വിത്തും കൂടെ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ എല്ലാ ചെടിയുടെയും കൂടെ വിത്ത് ഒരു സ്ഥലത്ത് കിടന്നു കഴിഞ്ഞാൽ എല്ലാ വിത്തുകൾക്കും മുളയ്ക്കാൻ പറ്റുമോ? ഇല്ല. അവയ്ക്ക് ആവശ്യമായ മണ്ണ് കിട്ടത്തില്ല, അല്ലെങ്കിൽ വെള്ളം കിട്ടത്തില്ല, സൂര്യപ്രകാശം കിട്ടത്തില്ല, പിന്നെ മിനറൽസ് കിട്ടത്തില്ല. അപ്പൊ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വിത്തിനെ പല ഭാഗത്തായിട്ട് വിതരണം ചെയ്യണം, ഡിസ്പേഴ്സ് ചെയ്യണം. അതിനെയാണ് വിത്ത് വിതരണം അല്ലെങ്കിൽ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അതിന്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരുന്നതിന് ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല ഭാഗങ്ങളിലായിട്ടാണ് വിതരണം ചെയ്യപ്പെടുന്നത്. ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നു. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും വിത്ത് വിതരണം ചെയ്യപ്പെടുന്നതും മൂലമാണ്. അപ്പൊ ഒരു സസ്യം മറ്റ് പല സ്ഥലങ്ങളിലും അതിന്റെ വിത്തുകൾ എങ്ങനെയൊക്കെയാണ് എത്തുന്നത്? ഈ ചിത്രങ്ങൾ കണ്ടില്ലേ? വെണ്ട കണ്ടോ? പൊട്ടിത്തെറിച്ച് വെണ്ട എങ്ങനെയാണ്? പൊട്ടിത്തെറിച്ചാണ് അതിന്റെ വിത്ത് പല ഭാഗത്തായിട്ട് പോകുന്നത്. മഹാഗണി ഇല്ലേ? മഹാഗണി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ സാധനം ഉണ്ട്, കാറ്റ് വഴി ഇങ്ങനെ പറന്ന് വരുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ ഇതിന്റെ വിത്ത് വിതരണ രീതി, മഹാഗണിയുടെ വിത്ത് വിതരണ രീതി എന്ന് പറയുന്നത് കാറ്റ് വഴിയാണ്, കാറ്റ് വഴി. ഇനി തെങ്ങാണെങ്കിലോ, തെങ്ങിലെ തേങ്ങ വന്ന് വെള്ളത്തിൽ വീഴുന്ന കണ്ടില്ലേ? ജലം വഴിയാണ് ഇതിന്റെ വിത്ത് വിതരണം. മറ്റേ തേങ്ങയല്ല, ഇതിന്റെ ഈ ഇതില്ലേ പൂങ്കുല, അത്. അപ്പൊ ജലം വഴിയാണ് ഇതിന്റെ വിത്ത് വിതരണം നടക്കുന്നത്. പിന്നെ കാശിത്തുമ്പയില്ലേ? കാശിത്തുമ്പയും പൊട്ടിത്തെറിച്ചാണ്. നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേക്കും അത് പൊട്ടും. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നാട്ടുപുറങ്ങളിലെല്ലാം ഉള്ളതാ. ഈ നമ്മൾ തൊടുമ്പോഴത്തേക്കും പൊട്ടും. അപ്പൊ കാശിത്തുമ്പയും പൊട്ടിത്തെറിച്ചാണ്. വെണ്ടയും കാശിത്തുമ്പയും പൊട്ടിത്തെറിച്ചിട്ടാണ് വിത്ത് വിതരണം ചെയ്യുന്നത്. ഇത് കണ്ടോ? അത്തിപ്പഴം തിന്നുന്ന പക്ഷി. ജന്തുക്കൾ വഴിയാണ് ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്, അത്തിപ്പഴം ഒക്കെ ജന്തുക്കൾ വഴിയാണ് വിത്ത് വിതരണം നടത്തുന്നത്. കാറ്റ് വഴിയാണെങ്കിൽ ഏതാണ്? മഹാഗണി. പിന്നെ മെയിൻ ആയിട്ട് ഒരു കുട്ടി ഇവിടെ പറത്തിക്കൊണ്ട് നടക്കുന്നത് കണ്ടില്ലേ? എന്തുവാ? അപ്പൂപ്പൻ താടി, മഹാഗണി കാറ്റ് വഴിയാണ്. ജലം വഴിയാണെങ്കിൽ തെങ്ങ്. പിന്നെ ജന്തുക്കൾ വഴിയാണെങ്കിൽ ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. പൊട്ടിത്തെറിച്ചാണെങ്കിൽ വെണ്ട, കാശിത്തുമ്പ. ഇത്രയൊന്ന് ഓർക്കുക. അടുത്തത് കാർഷിക വിളകളും അവയുടെ ജന്മദേശവുമാണ്. കാർഷിക വിളകളും അവയുടെ ജന്മദേശവും. കടൽ കടന്നെത്തിയ അതിഥികൾ. ഈ ഒരു ബോക്സ് നോക്കണേ.
കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. ഇവയുടെയൊക്കെ ജന്മദേശം അമേരിക്കയാണ്. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ എല്ലാം ജന്മദേശം അമേരിക്കയാണ്. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പാണ്. റബ്ബറിന്റെയും കശുമാവിന്റെയും ജന്മദേശം ബ്രസീലാണ്. റബ്ബറിന്റെയും കശുമാവിന്റെയും ജന്മദേശം ബ്രസീൽ. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പ്. തേയിലയുടെ ജന്മദേശം ചൈന. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം എവിടെയാ? അമേരിക്ക. ഈ ഒരു ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ, പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം. അതുപോലെ നോട്ട്സ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സ്നേഹം കാണിക്കാനുള്ള ഒരു ബട്ടനാണ് ആ ലൈക്ക് ബട്ടൺ, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോവുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. എപ്പോഴെപ്പോഴും പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ളത്. സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്താലേ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടത്തുള്ളൂ. പിന്നെ ടെലഗ്രാം ചാനലിന്റെ കാര്യം മറക്കണ്ടേ, ഫസ്റ്റ് കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.